കൗതുകത്തോട് കൂടിയിട്ട് ഇതുപോലൊരു മഹാത്മാവ് ജീവിച്ചിരിപ്പുണ്ടോ എന്ന തരത്തിലാണ് മോദി പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇവിടെ വലിയ രീതിയിലാണ് ചർച്ചകൾ പോകുന്നത്. മോദിയും ഗാന്ധിജി അങ്ങ് വിമർശിച്ചു, അവഹേളിച്ചു. എന്തേ ഇതൊന്നും പറയാൻ സാധിക്കില്ലേ? രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് വളരെ വലിയൊരു യാഥാർത്ഥ്യമല്ലേ? നിങ്ങളൊക്കെ തന്നെ ഒന്ന് സുബോധം വെച്ച് ചിന്തിച്ചു നോക്കൂ. ഇവിടെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ വായിച്ച് നടക്കുന്ന ആളുകളാണോ സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകളും, യുവാക്കള്, സകല ആളുകളും അങ്ങനെ സകല? പിന്നെ മോദിജീനെ ഭയങ്കരമായിട്ട് വെള്ളപൂശിക്കൊണ്ടാണ് വരുന്നത്. നമ്മുടെ മോദിജി കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ഗാന്ധിജിനെ കുറിച്ച് വലുതായിട്ട് ആർക്കും അറിയണ്ടായിരുന്നില്ല, ആ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് എല്ലാവരും തന്നെ അറിഞ്ഞു തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട്. ഫൈസൽ കാരട്ടെ, അതിങ്ങനെയല്ല, ഇതങ്ങനെയാണ്, ആരെങ്കിലുമൊക്കെ ബുക്ക് വായിക്കുമോ, സിനിമ ഉള്ളതുകൊണ്ടാണ് അറിയാൻ പറ്റിയെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വെള്ളപൂശി കാണിക്കുന്നുണ്ട്. ആ വീഡിയോയുടെ താഴെ കമൻറ്റിൽ ബോക്സിൽ കുറേ ആൾക്കാർ വന്നിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അവരെയൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ശരിക്കും വിഷമമാണ് തോന്നുന്നത്. ആ വീഡിയോയുടെ താരം അവൾ പറയുന്നത്, ഇപ്പോഴുള്ള ജനറേഷനിലുള്ള പിള്ളേർക്ക് ഗാന്ധിജി ആരാ, നെഹ്റു ആരാന്ന് അറിയില്ല പോലും. എല്ലാ ക്ലാസ്സിലും ഗാന്ധിജി ആരാ, നെഹ്റു ആരാന്ന് പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ കുട്ടികൾക്ക് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് മറ്റുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റില്ലെങ്കിലും അവരാരാണെന്നുള്ളൊരു വ്യക്തമായ ബോധം എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ജനറേഷനിലുള്ള കുട്ടികളെ കുറിച്ചല്ല, ചില ആൾക്കാരെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് വിഷമം തോന്നുന്നത്.